പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോഴിക്കോട് നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇപ്പോൾ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഗസ്റ്റ് 19 ഇറക്കിയ പത്രക്കുറിപ്പ് സ്തോഭജനകമായിരുന്നു. കാരണം അതിലടങ്ങിയിട്ടുള്ളത് ഞെട്ടിക്കുന്ന തെളിവുകളായിരുന്നു. വിജയന്റെ മകൾ വീണ 20 കോടി രൂപയുടെ പണം കൈകാര്യം ചെയ്തു എന്നുള്ള വാർത്ത, വീണ 85 ലക്ഷം രൂപ ദുബായിലേക്ക് അയച്ചു കൊടുത്തു എന്നുള്ള വിവരം, വീണ ഒരു കൃത്രിമ സിം കാർഡ് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള വിവരം, വീണ ഉൾപ്പെടെയുള്ളവർ ഹവാല ഇടപാട് നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരം, വീണയുടെ നോൺ സോഴ്സ് ഓഫ് ഇൻകത്തിൽ ഉപരിയുള്ള പണം അവർ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം, അതൊക്കെ 19/8/2026 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊണ്ടുവന്ന പത്രക്കുറിപ്പിൽ അടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിവരം CPM-നെ അടിമുടി ഞെട്ടിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സുഹൃത്തുക്കളെ, നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് എന്താ? നമുക്ക് മനസ്സിലായിരുന്നത് വീണയെ ആദ്യം CPM പിന്തുണച്ചു, പിന്നെ വീണയെ കൈവിട്ടു. വീണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വീണ തന്നെ കൈകാര്യം ചെയ്യട്ടെ, നിയമപരമായിട്ടുള്ള പോരാട്ടം അവർ നടത്തട്ടെ എന്നുള്ള നിലപാടിലാണ് CPM ഇപ്പോൾ എത്തിയിരുന്നത്. എന്നാൽ പൊടുന്നനെ കോഴിക്കോട് ED റെയ്ഡ് നടന്നതിനെ തുടർന്ന് CPM ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? അടപടലം വീണ്ടും ഈ വിഷയത്തിലേക്ക് ചാടി വീണിരിക്കുന്നു. വലിയ രാഷ്ട്രീയ വിശദീകരണ യോഗം മുതലക്കുളത്ത് നടത്തിയിരിക്കുന്നു. വിജയൻ പങ്കെടുത്തിരിക്കുന്നു, ഗോവിന്ദൻ പങ്കെടുത്തി. ആ യോഗം തന്നെ അടപടലം പൊളിഞ്ഞതായിട്ടാണ് നമ്മൾ മനസ്സിലാവുന്നത്. 13,000 പേര് പങ്കെടുക്കേണ്ട യോഗത്തിൽ 1,500 ആര് പോലും പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല, പങ്കെടുത്തവരിൽ 3/4 പേരും യോഗം തീരുന്നതിന് മുമ്പ് തന്നെ സ്ഥലം കാലിയാക്കുകയും ചെയ്തു. സുഹൃത്തുക്കളെ, ആ യോഗത്തിൽ ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഈ ഗോവിന്ദൻ പറഞ്ഞ പൊട്ടത്തരങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഈ ഗോവിന്ദൻ അവിടെ എന്താ പറഞ്ഞത്? ഗോവിന്ദൻ്റെ മുഖഭാവവും ശരീരഭാഷയും ഒക്കെ തന്നെ ഒരു പരാജയത്തിൻ്റെതായിരുന്നു. കാരണം താൻ പറയുന്ന മുഴുവൻ കള്ളത്തരവും പൊട്ടത്തരവും മരപ്പൊട്ടത്തരവുമാണെന്ന് ഗോവിന്ദന് തന്നെ നല്ലപോലെ അറിയാമായിരുന്നു എന്നുള്ളത് ഗോവിന്ദൻ്റെ ആ വളിച്ച ആ ചളിഞ്ഞ മുഖം കണ്ടാൽ വളരെ വ്യക്തമായിരുന്നു, ശരീരഭാഷ കണ്ടാലും വ്യക്തമായിരുന്നു. അവിടെ നിൽക്കട്ടെ, എന്താ ഗോവിന്ദൻ പറഞ്ഞത്? ഗോവിന്ദൻ പറഞ്ഞത്, ഞങ്ങൾ മുഹമ്മദ് റിയാസിനെയും നിഖിൽ എന്ന് പറഞ്ഞൊരുത്തനുണ്ട്, അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, അവരെയും ഞങ്ങൾ വിട്ടുതരില്ല, ഞങ്ങൾ പ്രതിരോധിക്കും എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. മുഹമ്മദ് റിയാസിനെതിരെ ED നീങ്ങുന്നു, മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾക്കെതിരെ ED നീങ്ങുന്നു, ഇതല്ലേ ഗോവിന്ദൻ അവിടെ പറഞ്ഞത്? അതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ സുഹൃത്തുക്കളെ? റിയാസിനെതിരെ നീങ്ങുന്നു ED എന്നൊരു വാക്ക് ED എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ റിയാസുമായി ബന്ധപ്പെട്ടിട്ട് റിയാസിനെതിരായിട്ടായിരുന്നോ അവിടുത്തെ ED അന്വേഷണം? എന്താ യഥാർത്ഥത്തിൽ നടന്നത്? 2026 മെയ് 27 വിജയന്റെ മകൾ വീണയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് വീണയുടെ കൈപ്പടയിൽ ചില രേഖകൾ ലഭിച്ചു. ആ രേഖകൾ അവർ പരിശോധിച്ചു. അവരുടെ വീട്ടിൽ നിന്ന് ചില ഡിജിറ്റൽ ഡിവൈസുകൾ കിട്ടി, അതവർ പരിശോധിച്ചു. അതിൽ നിന്നും കിട്ടിയ തെളിവുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ED കോഴിക്കോട് റെയ്ഡ് നടത്തിയത്. വീണ എഴുതി വെച്ചിരുന്ന ചില പേരുകാരുണ്ടായിരുന്നു. ആ പേരുകാരുടെ വീടുകളിലും ഓഫീസിലുമൊക്കെയാണ് ED റെയ്ഡ് നടത്തിയത്. അതിൽ റിയാസുമായിട്ട് എന്താ ബന്ധം സുഹൃത്തുക്കളെ? ഒരു ബന്ധവും റിയാസുമായിട്ടില്ല. വീണയുടെ ഡയറിയിൽ ഉണ്ടായിരുന്ന ചില പേരുകൾ, ആ പേരുകാരിൽ റെയ്ഡ് നടന്നു. അതിൽ മിക്കവാറും പേരും റിയാസിന്റെ സുഹൃത്തുക്കളും സഹപാഠികളും ഒക്കെ ആയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ റിയാസിലേക്ക് എത്തിച്ചേരാനാണ് ED ശ്രമിച്ചത് എന്ന് പറഞ്ഞാൽ ആരെയാണ് വിശ്വസിപ്പിക്കാൻ കഴിയുക സുഹൃത്തുക്കളെ? പൊട്ടത്തരമല്ലേ അത്? അപ്പൊ റിയാസിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള വിഫലമായിട്ടുള്ള ഒരു ശ്രമം. പിന്നെ പെട്ടെന്ന് രാഷ്ട്രീയ വിശദീകരണവുമായിട്ട് ഇറങ്ങാനുള്ള കാരണം എന്താ? റിയാസിലേക്ക് എത്തുമോ എന്നുള്ള ഭയം. റിയാസിലേക്ക് എത്തിയാലുള്ള കുഴപ്പം എന്താ? റിയാസ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, അപ്പോൾ അത് പാർട്ടിയിലേക്ക് എത്തും. പിന്നെ റിയാസിലേക്ക് ഇനി എത്തിച്ചേരുന്നത് തടയാൻ ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് കഴിയുമോ സുഹൃത്തുക്കളെ? ഈ പണമിടപാടിൽ റിയാസിന് പങ്കുണ്ടെങ്കിൽ റിയാസിലേക്ക് അന്വേഷണം എത്തില്ലേ? അത് തടയാൻ CPM-ന് എങ്ങനെ കഴിയും? പിണറായി വിജയനും ആഞ്ഞടിക്കുകയാണ്, മനോരമയ്ക്കെതിരെ ആഞ്ഞടിക്കുകയാണ്, റിയാസിനെതിരെ അന്വേഷണമെന്ന് മനോരമ പറഞ്ഞു. റിയാസിനെതിരെ അന്വേഷണമെന്ന് മനോരമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ അടിസ്ഥാനപരമായ വിവരങ്ങൾ കിട്ടിയിട്ടായിരിക്കില്ലേ അവർ പറഞ്ഞിട്ടുള്ളത്?
അല്ലാതെ പൊയ് വെടിവെക്കാൻ അവർക്ക് കഴിയുമോ സുഹൃത്തുക്കളെ? അപ്പോൾ റിയാസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങൾ പ്രതിരോധിക്കും എന്ന് പറഞ്ഞു വരുന്നത് ഇത് പാർട്ടിയിലേക്ക് എത്തും എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടല്ലേ? നിഖിലിനെ ഞങ്ങൾ പ്രതിരോധിക്കുന്നു. നിഖിൽ ആരാ? കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറല്ലേ നിഖിൽ അല്ലേ? അപ്പൊ ഇപ്പൊ വീണ്ടും രംഗത്തേക്ക് വരുന്നത് എന്തുകൊണ്ടാ? ഈ അന്വേഷണം പാർട്ടിയിലേക്ക് എത്തുന്നു, പാർട്ടി നേതാക്കന്മാരിലേക്ക് എത്തുന്നു എന്ന് ഗോവിന്ദന് ബോധ്യമായി. അതുകൊണ്ടാണ് ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നിട്ട് ഗോവിന്ദൻ പറയുന്നത് എന്താ? പാർട്ടി നേതാക്കന്മാരെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ED ഇറങ്ങി. ഈ ശുദ്ധ അസംബന്ധമല്ലേ സുഹൃത്തുക്കളെ ഇത്? അയാൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് ശരി, അതൊക്കെ അതിലൊന്നും തെറ്റില്ല. പ്രതിപക്ഷ നേതാക്കന്മാരെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ED ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇവിടെ അതാണോ? ഇവിടെ പീഡന ശ്രമമാണോ ED നടത്തുന്നത്? ED അർത്ഥസംഖ്യക്കിടയില്ലാത്ത തെളിവുകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുകയല്ലേ സുഹൃത്തുക്കളെ? വിജയന്റെ മകൾ വീണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞെട്ടിക്കുന്ന തെളിവുകളല്ലേ പുറത്തുനിന്ന്? ആ നിഷേധിക്കാൻ ഗോവിന്ദന് കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് ഗോവിന്ദൻ പറയാണ് BJPക്കെതിരെ ED അന്വേഷിക്കുന്നില്ല. അത് ശരിയാണ്, BJPക്കെതിരെ ED അന്വേഷിക്കുന്നില്ല. അത് ആർക്കാണ് തർക്കമുള്ളത്? BJPയുമായി ബന്ധപ്പെട്ട് എത്രയോ കേസുകൾ ഇവിടെ വന്നു. കുഴൽപ്പണ കേസ് വന്നു, ED അന്വേഷിച്ചില്ല. BJPയുടെ ഓഫീസുകളിൽ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന് കെട്ടുകണക്കിന് കൊണ്ടുവന്ന് ഇട്ടെന്ന് പറഞ്ഞ് BJPയുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞു ED അന്വേഷിച്ചില്ല. തിരുവനന്തപുരത്ത് കോടികളുടെ അഴിമതി BJPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു. BJPയുടെ ആഭ്യന്തര അന്വേഷണം നടക്കുന്ന ED അന്വേഷിക്കുന്നതിലൊക്കെ കറക്റ്റാണ്, ഒരു സംശയവും കാര്യത്തിലില്ല. അതൊക്കെ പക്ഷപാതപരമാണ് ED ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇവിടെ ഗോവിന്ദൻ പറയേണ്ട മറുപടി എന്താ? വീണയ്ക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റുണ്ടോ? വീണ 20 കോടി രൂപ ചെലവഴിക്കുന്നു പറഞ്ഞു. എന്താ ഗോവിന്ദന്റെ അഭിപ്രായം? വീണ 85 ലക്ഷം രൂപ വിദേശത്തേക്ക് അയച്ചു എന്ന് പറഞ്ഞു. ഗോവിന്ദന്റെ അഭിപ്രായം എന്താ? വീണ കൃത്രിമ സിം കാർഡ് ഉപയോഗിക്കുന്നു പറഞ്ഞു. ഗോവിന്ദന്റെ അഭിപ്രായം എന്താ? വീണ ഹവാല ഇടപാടുകൾ നടത്തുന്നു പറഞ്ഞു. ഗോവിന്ദന്റെ അഭിപ്രായം എന്താ? വീണയുടെ പ്രഖ്യാപിത വരുമാനത്തെക്കാൾ കൂടുതൽ പണം വീണ ചെലവഴിച്ചു എന്ന് പറഞ്ഞു. ഗോവിന്ദന്റെ അഭിപ്രായം എന്താ? ഇതിന് വല്ലതും ഗോവിന്ദന് നാക്കുണ്ടോ? കാമാന്നുരക്ഷം ഗോവിന്ദന് പറയാൻ കഴിയുമോ? അതുകൊണ്ട് ഈ പാർട്ടിയുടെ ഗതി എന്താണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇനി അവിടെ ആരൊക്കെ ചെന്നു ആ യോഗത്തിൽ? അവിടെ ഗോവിന്ദൻ ചെന്നു, വിജയൻ ചെന്നു, പിന്നെ CPMന്റെ ചില നേതാക്കന്മാർ കോഴിക്കോടുള്ളവർ ചെന്നു, മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ. ഞാൻ കോഴിക്കോട് തന്നെയുള്ള CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആ യോഗത്തിലുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഇളമരം കരീം കോഴിക്കോട് ജില്ലയിലെ CPMന്റെ പ്രബലനായിരുന്ന നേതാവല്ലേ, ആ യോഗത്തിൽ ഉണ്ടായിരുന്നതായിട്ട് ഞാൻ കണ്ടില്ല. CPMന്റെ സംസ്ഥാന തലത്തിലുള്ള വേറെ ഏതെങ്കിലും നേതാക്കന്മാർ ആ യോഗത്തിലുണ്ടായിരുന്നോ? സംസ്ഥാന തലത്തിൽ എത്രയോ നേതാക്കന്മാരുണ്ട്. കണ്ണൂരിലുള്ള എത്രയോ നേതാക്കന്മാരുണ്ട് CPMന്. ശ്രീമതി ടീച്ചറുണ്ട്, EP ജയരാജനുണ്ട്, P ജയരാജനുണ്ട്, MP ജയരാജനുണ്ട്, ഒക്കെ കണ്ണൂരിൽ നിന്നുണ്ട്. അവരിൽ ആരെങ്കിലും ഈ യോഗത്തിലുണ്ടായിരുന്നോ? MA ബേബി ഉണ്ടായിരുന്നോ ഈ യോഗത്തിൽ? തോമസ് ഐസക് ഉണ്ടായിരുന്നോ? ആരെങ്കിലും ഈ KN ബാലഗോപാൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരുമില്ല. അപ്പോൾ വിജയനും ഗോവിന്ദനും അവരുടെ വാലാട്ടികളായിട്ടുള്ള ചില നേതാക്കന്മാരും ആരോപണ വിധേയനായിട്ടുള്ള ഈ മുഹമ്മദ് റിയാസും ഒക്കെ മാത്രമാണ് അവിടെ ഉണ്ടായത്. എന്തായാലും ഗോവിന്ദന്റെ ഈ മരപ്പൊട്ടത്തരം ഒരു പാർട്ടി അണിയെ കൊണ്ടുപോലും വിശ്വസിപ്പിക്കാൻ ഗോവിന്ദന് കഴിഞ്ഞിട്ടില്ല. വിജയനും വിജയന്റെ മകളും വിവസ്ത്രരായി നിൽക്കുകയാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. വെറും 2,78,00,000 രൂപയുടെ അഴിമതിയല്ല നടന്നിട്ടുള്ളത്, 100 കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്നുള്ള ബോധ്യമാണ് പാർട്ടി അണികൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇനി അധിക കാലം ഇങ്ങനെ ഈ ഗോവിന്ദനും വിജയനും തുടരാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഗോവിന്ദന്റെ ഈ വാചകങ്ങൾ ഗോവിന്ദനൊക്കെ കൂടുതൽ തെറ്റുകാരനാണെന്നും തെറ്റിനെ സംരക്ഷിക്കുന്ന ആളാണെന്നും ഉള്ള ബോധ്യം ജനങ്ങൾക്കും പാർട്ടി അണികൾക്കും ഉണ്ടാക്കാൻ മാത്രമേ ഈ ഗോവിന്ദന്റെ ഉൾപ്പെടെയുള്ളവരുടെ ഈ വിശദീകരണ യോഗത്തെ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് കാണാൻ നമുക്ക് കഴിയും.